നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയ വിശ്വാസികൾ വന്ന് ചീത്ത വിളിയും, മതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഇഷ്ടപ്പെടാത്തവർ വന്ന് ചീത്ത വിളിയും. ഏത് കാര്യത്തിലും ചീത്തവിളി ഉറപ്പാണ്. എന്നാൽ മതപരമായ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആവട്ടെ, ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വാട്സപ്പ് മെസ്സേജാണ്. വളരെ നല്ല മെസ്സേജാണ്. ഞാൻ ആ മെസ്സേജ് വായിക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചയാളാണ്. ഇപ്പോൾ ആ മതവിശ്വാസങ്ങളോ ചിഹ്നങ്ങളോ അണിയാറില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായി പറയാം. കാരണം ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണ്. മറുനാടൻ ഷാജൻ പറയുന്നത് പോലെ ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്ക് എല്ലാ മതങ്ങളെയും വിമർശിക്കാം, അല്ലെങ്കിൽ അഭിപ്രായം പറയാം. ഞാനിത് വിമർശനമല്ല, ഒരല്പം തമാശയിലാണ് ഞാൻ ഈ കാര്യം കാണുന്നത്. ക്രിസ്തുവിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിൻ്റെ പേരിൽ 16,000-ലധികം സഭകളുണ്ട് ലോകത്ത് എന്നാണ് കേട്ടിരിക്കുന്നത്, വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഹാലിളകുന്നവരാണ് ഈ ക്രിസ്ത്യാനികൾ. അത് കെട്ടുകഥ, അത് കഥയല്ലേ? യേശുക്രിസ്തു എന്ന് പറഞ്ഞത് ഈ ജീവിച്ചിരുന്ന ഒരു ദൈവപുത്രനല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മതത്തെയും സ്വന്തം സമുദായത്തെയും വെള്ളപൂശുന്ന ആ വിശ്വാസികളുണ്ട്. ഞാൻ 16,008 ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യേശുക്രിസ്തു പോലും അറിയാതെ യേശുക്രിസ്തുവിന് ലക്ഷക്കണക്കിന് മണവാട്ടിമാർ ഈ ലോകത്തുണ്ട്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ സേവനം ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു. ഒരുപാട് പുരോഹിതരും ബിഷപ്പുമാരും, എന്തിന് പോപ്പ് വരെ അങ്ങനെ സഭയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ആർമാദിച്ച് ജീവിക്കുന്നുമുണ്ട്. ഇവരൊക്കെ സാധാരണ മനുഷ്യരുടെ പാപം പോക്കി അവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയാണ് എന്നാണ് പറയുന്നത്. സ്വർഗരാജ്യമെന്നത് ഇപ്പോൾ ജീവിതത്തിൽ പുരോഹിത വർഗം അനുഭവിക്കുകയാണ്. പാവപ്പെട്ട വിശ്വാസികൾക്ക് മരിച്ചു കഴിഞ്ഞുള്ള സ്വർഗരാജ്യത്തിന് അവകാശികളാവാം. അതിനാണല്ലോ ഈ പുരോഹിത വർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് കിട്ടിയ രസകരമായ വാട്സപ്പ് സന്ദേശമുണ്ടല്ലോ, അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കാര്യം ബഹുരസമാണ്. ഓർത്തഡോക്സ് യാക്കോബായക്കാരെ നോക്കൂ, സഹോദരങ്ങളാണ്. പക്ഷേ രണ്ട് കൂട്ടരും നേരിൽ കണ്ടാൽ പിന്നത്തെ പുകല് പറയേണ്ട. അടി എപ്പോൾ തുടങ്ങിയെന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ മക്കളെ ഇരു സഭകളിലേക്കും കെട്ടിച്ചു വിടുന്നതിന് ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് സ്നേഹമാണ്. ഒരു കൂട്ടർ പരിമലയ്ക്ക് വെയിലും കൊണ്ട് നടക്കുമ്പോൾ മറ്റേ കൂട്ടർ മഞ്ഞനിക്കരയ്ക്ക് വച്ചു പിടിക്കും. പള്ളിക്കാര്യത്തിൽ തർക്കിക്കും, രണ്ട് വിഭാഗത്തിലുള്ളവരായാലും. എന്നാലോ ഇവർ രണ്ട് കൂട്ടരും കൂടി മലയാറ്റൂരിലേക്ക് ഒരു പോക്ക് പോകും. പക്ഷേ സുറിയാനി കത്തോലിക്കരെ കണ്ടാൽ അവരോട് മിണ്ടൂല. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ലത്തീൻ പള്ളിയായ വേളാങ്കണ്ണിയിൽ പോകും. പക്ഷേ തങ്ങൾ പൗരസ്ത്യർ എന്നഭിമാനിച്ച് ലത്തീൻകാരെ കണ്ടാൽ പുച്ഛിക്കും. എന്നാൽ ഈ ലത്തീൻകാർ ഉൾപ്പെടെയുള്ളവർ പെന്തക്കോസ്തുകാരെ കണ്ടാൽ അവരെ മടൽ വെട്ടിയടിക്കാൻ പുറപ്പെടും. കാരണം എന്താണെന്നറിയുമോ? പെന്തക്കോസ്തുകാർക്ക് 1 മണിക്കൂർ പ്രാർത്ഥനായോഗം ഉണ്ടെങ്കിൽ അതിൽ 3/4 മണിക്കൂറും മേൽപ്പറഞ്ഞ സകല കക്ഷികളെയും ട്രോളി വശം കെടുത്തിക്കളയും. അതാണ് അവരുടെ പണി. എന്നാൽ ഈ കൂട്ടരോ അല്പം ആത്മീയത ക്ഷീണമോ ദാരിദ്ര്യമോ രോഗമോ ഉള്ളവരുടെ ഇടയിലേക്ക് ക്ഷണിക്കാതെ ഇടിച്ചു കയറി അധികാരം സ്ഥാപിക്കും. ഇനി ജ്ഞാനായ കത്തോലിക്കരുടെ കാര്യം നോക്കാം. അവർ ഇസ്രായേൽ രക്തശുദ്ധി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിലെ അല്ലാത്ത ഏതൊരു കൊലകൊമ്പനായാലും അവരുമായി വിവാഹബന്ധം പോലും വിലക്കിയിരിക്കുന്നു. അവരെ വകവെക്കില്ല. കത്തോലിക്ക സഭയിലെ കാര്യം എഴുതണമെങ്കിൽ കൊല്ലം ഒന്നെങ്കിലും വേണ്ടിവരും. കൂട്ടത്തിൽ കേമനാകാൻ ചുറ്റിലുമുള്ള കഥകൾ കേൾക്കാത്ത ഭാവത്തിൽ ഓടുന്നു ഈ കൂട്ടരും. സീറോ മലബാർ എന്ന സുറിയാനി കത്തോലിക്ക സഭയിലാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെ കലഹങ്ങളും വിഴുപ്പലകലും. എന്നിട്ടോ ഈ പറയുന്ന സകല മാന്യന്മാരും മേൽ പറയാത്തവർ ഉൾപ്പെടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നതോ, കർത്താവേ ചിതറിക്കിടക്കുന്ന നിൻ്റെ സഭയെ ഒന്നിപ്പിക്കണേ, ഒരിടയനും ഒരു തൊഴുത്തും ആക്കണേ എന്ന്. ഇവർ ആരാധിക്കുന്നതോ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവ പ്രഘോഷിച്ച ചൊല്ലി അവ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ച ക്രിസ്തുവിനെ. ഇതാണ് ഒരു ക്രിസ്ത്യൻ അപാരത. ഇതാണ് വാട്സപ്പ്. വളരെ ചിന്തനീയമായ ഒരു തമാശ കലർന്ന വാട്സപ്പ് മെസ്സേജാണ് ഇതെന്ന് എനിക്ക് തോന്നി. ഇവിടെ യേശുക്രിസ്തുവിനെ വാനോളം പുകഴ്ത്തുന്നവർ മറ്റ് സഭകളെയോ മറ്റ് സമുദായങ്ങളെയോ അവരുടെ ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ അവഹേളിക്കും. ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ് എന്ന് പല അച്ഛന്മാരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക പള്ളിയിൽ വെച്ച വിശുദ്ധരുടെ പ്രതിമയിലേക്ക് ചൂണ്ടി ചോദിച്ചിട്ടുണ്ട്, ഇത് വിഗ്രഹങ്ങളല്ലേ, അത് നമ്മൾ ആരാധിക്കുന്നില്ല, പിന്നെ എന്താണ് ചെയ്യുന്നത്? അത് അവരോട് മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. അത് പ്രാർത്ഥനയല്ലേ? ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർ മന്ത്രിമാർക്ക് അപേക്ഷ കൊടുക്കുന്ന പോലെ ഇവർ അവിടെ പോയി അപേക്ഷ കൊടുക്കുകയാണത്രേ. നേർച്ച കാഴ്ചകൾ ലഭിക്കാൻ വേണ്ടി പറഞ്ഞു കൂട്ടുന്ന ഇത്തരം കള്ളങ്ങൾ ഈ പറയുന്നവർക്കറിയാം ഇത് കള്ളമാണെന്ന്. പക്ഷേ അവർക്ക്
ഇന്നത്തെ സ്വർഗരാജ്യം മതി. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എന്ന് പറയുന്ന ആ കഥയോ സത്യമോ മറ്റ് മതവിശ്വാസികൾ അത് കള്ളമാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ അടിക്കാനിട്ട് ഓടിക്കും. അത് അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാണ് വിശ്വാസം എന്ന് പറയും. കുരിശിൽ മരിച്ചു ശരീരത്തോടെ ഉയർത്തു എന്ന് പറയുമ്പോൾ അത് കള്ളമല്ലേ എന്ന് ചോദിക്കുന്നവരെ പുച്ഛിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്, അതാണ് വിശ്വാസം. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ ആളങ്ങോട്ട് പോയി ഇപ്പോൾ ശരീരത്തോട് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഒരു രസികനായ മനുഷ്യൻ പറഞ്ഞതുപോലെ സെൻറ്റ് പോൾ എന്ന് പറയുന്ന പൗലോസ്ലീഹ എന്ന് പറയുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ലാത്ത കച്ചവടക്കാരനായ നല്ല ബുദ്ധിമാനായ മനുഷ്യൻ കണ്ടെടുത്ത ഒരു മാർഗമായിരുന്നു ക്രിസ്തുവിനെ ദൈവമാക്കുക എന്നത്. അയാൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പക്ഷേ ഒരു യാത്രയിൽ ക്രിസ്തു കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തി അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ഉയർത്തു എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റിയെ പടർത്താൻ ശ്രമിച്ച ഒരു കച്ചവടക്കാരനായിരുന്നു പൗലോസ് എന്നാണ് ആ സരസനായ മനുഷ്യൻ പറഞ്ഞത്. ഇത് കേട്ടിട്ട് അടുത്ത വിശ്വാസികൾ ചീത്ത വിളിക്കാൻ വരണ്ട, ഒരു അവിശ്വാസിയാണ് പറഞ്ഞത് എന്ന് വിചാരിക്കുക. അങ്ങനെ സെൻറ്റ് പോളിൻ്റെ ആ ബുദ്ധി ഏറ്റു. ലോകമെങ്ങും യേശുക്രിസ്തു ദൈവമായി ക്രിസ്ത്യാനിറ്റി പടർന്നു പിടിച്ചു. പക്ഷേ ആ ആശയങ്ങൾ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടല്ലേ നിങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രാർത്ഥിക്കേണ്ടത്, പ്രകീർത്തിക്കേണ്ടത്? 16,000 സഭകളുണ്ടാക്കി ഓരോരുത്തരും നേതൃസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ചില്ലറ വ്യത്യാസങ്ങൾ വിശ്വാസങ്ങളിൽ വരുത്തി എന്നിട്ട് ക്രിസ്തുവാണ് ഏകരക്ഷകനെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. പക്ഷേ 16,000 വിഭാഗവും ഭൂമിയിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. നാണമാവുന്നില്ലേ നിങ്ങൾക്കൊക്കെ? എന്നിട്ട് മഹത്വം പറയും, ഞങ്ങൾ തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയ കുടുംബ പാരമ്പര്യമുള്ളവരാണ്. തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയത്രേ. ഈ കെട്ടുകഥകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ട് നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ അടുത്ത തലമുറയും അങ്ങനെ തന്നെ ജീവിക്കും. പക്ഷേ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ജീവിതം. ലോകത്ത് സമാധാനം വേണമെങ്കിൽ ഒന്ന് മാത്രം ചിന്തിക്കുക, ഇന്നത്തെ ജീവിതം അത് സുന്ദരമാക്കാൻ എന്ത് ചെയ്യണം. അതല്ലാതെ ഈ മതത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒന്നും നേടില്ല. ഒന്നും അതിൽ മനസ്സമാധാനവും പെടും എന്ന് എടുത്തു പറയുന്നു. താങ്ക് യു.